ചന്ദ്രന്റെ നിലാവെളിച്ചത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം, എവിടെ നിന്നോ കേൾക്കുന്ന സ്വർഗീയ സംഗീതത്തിന്റെ പ്രതിധ്വനി, അല്ലെങ്കിൽ ഒരു ശാപത്തിന്റെ അദൃശ്യമായ നിഴൽ. എന്താണ് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയെ ഇന്നും ഇത്രത്തോളം നിഗൂഢമാക്കുന്നത്? 1991 പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു സാധാരണ പ്രണയകഥയായി തോന്നിപ്പിക്കുമെങ്കിലും ഇതിനു പിന്നിൽ ഒരു അതീന്ദ്രിയ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരാധകർ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. സംവിധായകൻ പത്മരാജന്റെ അവസാനത്തെ ഈ സൃഷ്ടി അദ്ദേഹത്തിന്റെ മരണത്തോടെ ഒരു വലിയ നോവായി തന്നെ മാറി. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇത് വെറും ഒരു സിനിമയാണോ, അതോ യാഥാർത്ഥ്യത്തെ തൊട്ടുണർത്തുന്ന എന്തോ ഒന്ന് ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? മലയാള സിനിമയിൽ ഇന്നും വിസ്മയമായി നിൽക്കുന്ന പല ചിത്രങ്ങളുടെയും ശില്പിയായ പത്മരാജൻ മനുഷ്യവികാരങ്ങളെ തൊട്ടറിയുന്നതിൽ അനുഗ്രഹീതനായിരുന്നു. 1945 മുതുകുളത്ത് ജനിച്ച അദ്ദേഹം ഒരു എഴുത്തുകാരനായാണ് തന്റെ യാത്ര തുടങ്ങിയത്. പ്രണയവും വിരഹവും മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളും അദ്ദേഹം തന്റെ നോവലുകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും വരച്ചു കാട്ടി. പിന്നീട് സിനിമയിലേക്ക് വന്നപ്പോഴും പെരുവഴി അമ്പലം പോലുള്ള ചിത്രങ്ങളിലൂടെ അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. യാഥാർത്ഥ്യവും ഭാവനയും ഒരേ നൂലിൽ കോർത്തിണക്കുന്നതായിരുന്നു പത്മരാജന്റെ ശൈലി. അദ്ദേഹത്തിന്റെ 18ാമത്തേതും അവസാനത്തെയും ചിത്രമായ ഞാൻ ഗന്ധർവൻ ഈ അതിർവരമ്പുകളെ ഒന്നുകൂടി മായ്ച്ചു കളഞ്ഞു. മനുഷ്യനും സ്വർഗീയ ജീവികളും ഒന്നിക്കുന്ന ഒരു അത്ഭുത ലോകത്തേക്കാണ് അദ്ദേഹം നമ്മെ കൂട്ടിക്കൊണ്ടുപോയത്. പുരാണങ്ങളിലെ ഗന്ധർവ സങ്കല്പമാണ് ഈ സിനിമയുടെ കാതൽ. അങ്ങേയറ്റം സൗന്ദര്യമുള്ള സ്വർഗത്തിലെ സംഗീതജ്ഞരായ ഗന്ധർവന്മാർ മനുഷ്യരെ മോഹിപ്പിക്കുന്നവരാണെന്നാണ് വിശ്വാസം. പത്മരാജന്റെ തിരക്കഥയിൽ ഈ വിശ്വാസം ഒരു തീവ്രമായ പ്രണയകഥയായി മാറി. നിഷ്കളങ്കയായ ഭാമയുടെ ജീവിതത്തിലേക്ക് ഒരു ഗന്ധർവൻ കടന്നു വരുന്നതും അമരത്വവും മനുഷ്യത്വവും തമ്മിലുള്ള പോരാട്ടവുമാണ് നാം ഈ സിനിമയിൽ കാണുന്നത്. നീല നിലാവുദിച്ച വനങ്ങളും മന്ത്രം ചൊല്ലി ഒഴുകുന്ന പുഴകളും വികാരങ്ങൾക്കൊപ്പം ഇടിമിന്നുന്ന ആകാശം. ക്യാമറമാൻ വേണു കേരളത്തിന്റെ പച്ചപ്പിനെ ഒരു ഹിപ്നോട്ടിക് ഭംഗിയോടെയാണ് പകർത്തിയത്. ജോൺസൺ മാഷിന്റെ പശ്ചാത്തല സംഗീതം ആ നിഗൂഢതയെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. ദേവാങ്കണങ്ങൾ പോലുള്ള പാട്ടുകൾ ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. സിനിമ കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർ അറിയാതെ തന്നെ ഒരു മായിക ലോകത്തേക്ക് എത്തിപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ ഭംഗിക്കൊപ്പം ചില ഭയപ്പെടുത്തുന്ന കഥകളും ഈ സിനിമയെ ചുറ്റിപ്പറ്റിയുണ്ട്. അതിനെയാണ് പലരും ഗന്ധർവ ശാപം എന്ന് വിളിക്കുന്നത്. 1991 ജനുവരി 11 സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ദിവസങ്ങൾക്കുള്ളിൽ, അതായത് ജനുവരി 24 കോഴിക്കോട്ടെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പത്മരാജൻ വിടവാങ്ങി. വെറും 45 വയസ്സിലുണ്ടായ ആ അപ്രതീക്ഷിത മരണം പല സംശയങ്ങൾക്കും വഴിമരുന്നിട്ടു. ഗന്ധർവന്മാരുടെ കഥ സിനിമയാക്കുന്നത് അപകടമാണെന്ന് പത്മരാജന് ചില മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട്. തന്റെ കഥയെ ഇത്രയും ജീവസുറ്റതാക്കിയതിലൂടെ അദ്ദേഹം ഒരു ശാപത്തെ ക്ഷണിച്ചു വരുത്തിയതാണോ? അറിയില്ല. പക്ഷേ സെറ്റിലെ അവിശ്വസനീയമായ തകരാറുകളും മറ്റും ഈ ഊഹാപോഹങ്ങളെ ബലപ്പെടുത്തി. ദുരന്തങ്ങൾ അവിടെയും തീർന്നിട്ടുണ്ടായിരുന്നില്ല. നായകൻ നിതീഷ് ഭരദ്വാജിന്റെ കരിയറിൽ ഉണ്ടായ തടസ്സങ്ങളും നടി സുപർണ ആനന്ദ സിനിമയിൽ നിന്ന് വിട്ടുനിന്നതുമെല്ലാം ഈ ശാപകഥയ്ക്ക് ആക്കം കൂട്ടി. ഇന്നും ഓൺലൈൻ ചർച്ചകളിൽ ഈ നിഗൂഢതകൾ നിറഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട്. വാണിജ്യപരമായി വലിയ വിജയമായി മാറിയില്ലെങ്കിലും കാലം കഴിഞ്ഞപ്പോ ഈ ചിത്രം ഒരു വിസ്മയമായി മാറി. ലിജോ ജോസ് പെല്ലിശ്ശേരിയെ പോലുള്ള പുതിയ കാലത്തെ സംവിധായകരെ പോലും സ്വാധീനിക്കാൻ ഈ പത്മരാജൻ ചിത്രത്തിന് കഴിഞ്ഞു. ചിത്രത്തിന്റെ ക്ലൈമാക്സ് പത്മരാജന്റെ ജീവിതത്തെ തന്നെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ തോന്നും. കലാജീവിതത്തിന്റെ ഉച്ചയിൽ നിൽക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ മരണം ഒരു യുഗത്തിന്റെ അവസാനമായിരുന്നു. ഭാമയായി നമ്മളും ഗന്ധർവനായി പത്മരാജനും മാറുകയായിരുന്നു. പക്ഷേ ഈ നിഗൂഢതകൾക്ക് ഒരു യുക്തിസഹമായ വശം കൂടിയില്ലേ? ശാപം എന്നത് മനുഷ്യ മനസ്സിന്റെ ഒരു തോന്നൽ മാത്രമായിരിക്കാം. പത്മരാജന്റെ മരണം ഹൃദയാഘാതം മൂലമായിരുന്നു. അത് അമിതമായ ജോലിഭാരമോ സമ്മർദ്ദമോ കൊണ്ടൊക്കെ ആകാം. സിനിമയിലെ പ്രമേയവുമായി അതിനെ ബന്ധിപ്പിച്ചത് തികച്ചും യാദൃച്ഛികമാകാം. വിശ്വാസങ്ങൾ പലപ്പോഴും ഇത്തരം ആകസ്മികമായ കാര്യങ്ങളെ വലുതാക്കി കാണിക്കാറുണ്ട്. എങ്കിലും ഞാൻ ഗന്ധർവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചില രഹസ്യങ്ങൾ യുക്തിക്ക് അപ്പുറമാണെന്നാണ്. ഗന്ധർവ ശാപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്നത് പത്മരാജൻ എന്ന പ്രതിഭയുടെ നഷ്ടത്തെയാണ്. ആ മായിക ലോകത്ത് അദ്ദേഹം ഇനിയും സൃഷ്ടിക്കേണ്ടിയിരുന്ന അത്ഭുതങ്ങളെയും. പ്രിയപ്പെട്ട പത്മരാജൻ, നന്ദി. അതിരുകളില്ലാത്ത പ്രണയത്തിന്റെ രഹസ്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന്, ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച വികാരങ്ങളെ ഉണർത്തിയതിന്, ഞങ്ങൾക്ക്
സ്വപ്നം കാണാൻ പുതിയൊരു ഭാഷ നൽകിയത്?